എവ്രി വൺ, ലണ്ടൻ ട്രിപ്പിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് ഇന്ന്. ഏതാണ് ഡെസ്റ്റിനേഷൻ എന്നല്ലേ? യെസ്, ദ ഫേമസ് ലണ്ടൻ ഐ. നേരത്തെ ഉള്ളതുപോലെ തന്നെ ഒടുക്കത്തെ ക്യൂ ആണ്. എന്താണെന്നറിയത്തില്ല, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണ്. ആ വെയിലത്ത് കുറേ നേരം നമ്മൾ നിന്ന് എരിഞ്ഞു തീരാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്തായാലും എങ്ങനെയോ ക്യൂലൊക്കെ നിന്ന് നമ്മൾ എത്തിപ്പെട്ടു. ഇതാണ് നമുക്ക് പോകാനുള്ള പോഡ്. അപ്പം ഇതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഇനി എൻറ്റയർ ലണ്ടൻ കാണാൻ പോകുന്നത്. ഒരു ടോപ്പ് അല്ലെങ്കിൽ ഹൈ വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ചാടി കയറിക്കോണം. ഈവൻ ഇത് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് വേണ്ടി ഇത് നിർത്തിയിടത്തില്ല. അതുകൊണ്ട് കയറുന്നത് സൂക്ഷിച്ച് വേണം. അങ്ങോട്ട് നോക്കൂ, ഒരു റിവർ ക്രൂസ്. റിവർ ക്രൂസിനൊക്കെ എന്താ തിരക്ക്. വീക്കെൻഡ് ആയതുകൊണ്ട് പിന്നെ ഹോളിഡേയ്സ് ടൈം ആയതുകൊണ്ടും ആരും വീട്ടിൽ ഇരിക്കത്തില്ല. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ കറങ്ങി നടക്കണം. ആ ദൂരെ കാണുന്നതാണ് ദ ഫേമസ് ബിഗ് ബെൻ. നമ്മൾ സിനിമയിലും ടി വിയിലും ഒക്കെ കാണാറുണ്ട്. ഓൾവേസ് ഇത് ടോപ്പിലെത്തുമ്പോൾ നല്ല വ്യൂ ആണ്. നോർമലി എനിക്ക് ഹൈറ്റ് പേടിയാണ്, ബട്ട് ദിസ് വൺ ആക്ച്വലി സീംസ് ടു ബി ഗുഡ്. ഈ കാണുന്നതാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ലണ്ടൻ, വാട്ടർലൂ സ്റ്റേഷൻ. ആൻഡ് ഇത് ഇന്റർനാഷണൽ സ്റ്റേഷനും കൂടെയാണ്. വൺ ഓഫ് ദ ഇന്റർനാഷണൽ സ്റ്റേഷൻ. ഇപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഈ സ്റ്റേഷൻ വഴി പോവാം. ആൻഡ് ദിസ് ഈസ് ദ ഫേമസ് ബിൽഡിംഗ്, ദ ഷാർഡ്. ഇത് എൻറ്റയർ UK തന്നെ ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ് ടു സീ. ഓൾമോസ്റ്റ് അബൌട്ട് 25 minutes റൈഡാണ് ഇത്. ആൻഡ് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ്. ഞാൻ എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യും. അറ്റ്ലീസ്റ്റ് വൺ ടൈം യു ഹാവ് ടു വിസിറ്റ് ലണ്ടൻ. See you again soon. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുന്നതിന് മുമ്പ് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അവിടെയും ഇവിടെയും വായി നോക്കിയിരുന്നു. പിന്നെ അവിടെ കുറച്ച് മ്യൂസിക്കൊക്കെ ആൾക്കാർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അതും കേട്ട് അവിടെ കുറച്ച് നേരം അങ്ങിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സീ ലൈഫ് ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം. ബൈ.